നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി നവംബർ 1 കേരളം മാറുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അതിദരിദ്രരായ 33 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദരിദ്രരെ കണ്ടെത്തുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുവാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 64,006 അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് തദ്ദേശ വകുപ്പിൻ്റെ സർവേയിൽ കണ്ടെത്തിയത്. ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കർമ്മമാണ് സർക്കാർ ചെയ്യുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്ത് 33,065 പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്തത്. സാധാരണക്കാരന് വേണ്ടി ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി പുറമ്പോക്ക്, തരിശ്, റവന്യൂ ഭൂമി ഉൾപ്പെടെ മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നയമെന്നും മന്ത്രി പറഞ്ഞു. ആഗസ്റ്റ് 15 ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷപൂർവ്വം പറയട്ടെ, ഈ വരുന്ന നവംബർ 1 സൂര്യൻ കേരളത്തിൻ്റെ തലയ്ക്ക് മീതെ ഉയരുമ്പോൾ എത്ര പ്രകാശത്തോടെ ആ സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ്. അതൊരു ഇച്ഛാശക്തിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോൾ വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം, സയൻസ് പാർക്കിനെ ചൂണ്ടിക്കാണിക്കാം, ജലമെട്രോയെ ചൂണ്ടിക്കാണിക്കാം, വിമാനത്താവളത്തെ ചൂണ്ടിക്കാണിക്കാം, മെട്രോകളെ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, ഗവൺമെന്റിന്റെ പൊതുവായിട്ടുള്ള ധാരണ, കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ബൃഹത്വവുമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഇടപെടലാണെന്ന കാര്യത്തിൽ ഒരു സംശയവും തർക്കവും. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നേരത്തെ വൈദ്യുതൊക്കെ പറഞ്ഞതുപോലെ, നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞതുപോലെ ധാരാളമായി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ MLA-മാരുടെ നേതൃത്വത്തിലുള്ള പട്ടയ അസംബ്ലികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യതയോടുകൂടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ 2,23,945 പട്ടയങ്ങൾ 4 വർഷക്കാലം കൊണ്ട് ഈ ഗവൺമെന്റിനും റവന്യൂ വകുപ്പിനും വിതരണം ചെയ്യാൻ. ആ 2,23,945 പട്ടയങ്ങളെ അഭിമാനത്തോടെ പറയട്ടെ 33,368 പട്ടയങ്ങൾ വിതരണം ചെയ്ത ജില്ലയുടെ പേര് മലപ്പുറം ജില്ല എന്നാണ്. ഏറനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ 366 1.80 ഏക്കർ ഭൂമിയാണ് മലപ്പുറം ജില്ലയിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട 33 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയത്. റവന്യൂ ഉടമസ്ഥതയിലുള്ള 60 സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടുനൽകി പകരം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള 1.80 ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു. ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് നൽകും. ചടങ്ങിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർമാരായ ദിലീപ് കെ കൈനിക്കര, സാക്ഷി മോഹൻ, പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ, ADM NM മെഹ്റലി, ഡെപ്യൂട്ടി കളക്ടർ E സനീറ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മലപ്പുറം. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെയും വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.